നമസ്കാരം. ആർ ജെ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഒരു സുപ്രധാനമായ കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള പുനരധിവാസം പ്രതീക്ഷിച്ച് നിൽക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് പോയി കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവിടെ വെച്ച് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സമൂഹത്തോട് പറയണം എന്ന് തോന്നി. പ്രധാനമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയോടും അവരെ നേരിട്ട് വന്ന് കണ്ട് ആശ്വസിപ്പിച്ച ചില കുട്ടികൾ സ്വന്തം മുത്തച്ഛനാണെന്ന് കരുതി ഒക്കത്തിരുന്നു കൊണ്ട് കണ്ണാടി വരെ വലിച്ച് ഒരു ഉമ്മ കൊടുത്ത പ്രധാനമന്ത്രി മോദിജിയോടുമാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ചൂരൽമലയെ സംബന്ധിച്ചിട്ട് നാളിതുവരെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവഹാനി അൺറിപ്പോർട്ടഡായിട്ട് അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ടബിൾ ഇല്ലാതെ പറയുന്നുണ്ട്. ജനങ്ങളെല്ലാം പറയുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവഹാനി വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ 500-ലധികം മരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന മരണങ്ങൾ മാത്രമാണ് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 500 കുടുംബങ്ങൾ വീടില്ലാതെ ഭവനരഹിതരായിട്ടുണ്ട്. അവരുടെ പുനരധിവാസമാണ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നിലുള്ള വലിയ പ്രതിസന്ധിയായിട്ട് ഗവൺമെൻറ്റും നമ്മളുമൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം, അവരുടെ വീടും വസ്തുവും എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അക്വസിഷൻ നടപടികളിലൂടെ അവരെ ഒഴിപ്പിച്ചുകൊണ്ട് പൊതുജനത്തിൻ്റെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കേണ്ട ഭൂമി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാനൊരു DFO ആയിട്ട് സംസാരിച്ചപ്പം അവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ അധിവസിക്കേണ്ട ജനങ്ങളിൽ ഇരട്ടിയാണ് അവിടെ അധിവസിക്കുന്നത് പറയുന്നത്. അപ്പം അത് ആ കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിട്ട് അവരെ മാറ്റി പാർപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഇന്ന് ഇപ്പോൾ പറയുന്നത് പോലെ ഏകദേശം 500-ലധികം കുടുംബങ്ങൾ ഭവനരഹിതരായി നിൽക്കുകയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ ജീവകാരുണ്യ സംഘടനകളുടെയും പാർട്ടി കക്ഷി രാഷ്ട്രീയങ്ങളുടെയൊക്കെ പ്രവർത്തകർ വീടുകൾ വാടകയ്ക്കെടുത്ത്, ലോഡ്ജുകൾ വാടകയ്ക്കെടുത്ത് ഇവരെയൊക്കെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഗവൺമെൻറ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലം മുതൽ ആ ഫണ്ടിലേക്ക് കുറേയധികം പണം വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫണ്ടുകളൊക്കെ ആണെങ്കിൽ തന്നെയും അങ്ങനെ വന്നിട്ടുണ്ട്. കാലാകാലങ്ങളായി ഈ ഫണ്ട് വിനിയോഗിക്കാതെ വകമാറ്റി വിനിയോഗിച്ച ചരിത്രവും നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ന് ഏകദേശം നല്ലൊരു സംഖ്യ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിലുണ്ട്. എത്ര സംഖ്യ ഉണ്ടെന്ന് സർക്കാർ തന്നെ വെളിപ്പെടുത്തുന്നതാണ് നല്ലത്. എന്തായാലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 160-ലധികം കോടി രൂപ കടന്നു വന്നിട്ടുമുണ്ട്. ഈ 500-ലധികം ഭവനരഹിതരെ ഇനി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വിന്യസിച്ചിരിക്കുന്നത് 3000-ലധികം ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാരുണ്ട്, പോലീസ് സേനകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇനി അവിടെ ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗ്രാമത്തെ റീബിൽഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഈ 500 വീടുകളിലായിട്ട് 5 പേരുണ്ടെങ്കിൽ തന്നെ എത്രത്തോളം ആൾക്കാരുണ്ടാകും, അത്രയും ആൾക്കാരെ വിവിധ ക്യാമ്പുകളിൽ പുനരധിവസിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് മരുന്നുകൾ നൽകണം, അവരെ ട്രീറ്റ് ചെയ്യണം. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് സർക്കാർ സ്വയം ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഈ 500 പേർക്കും ഒരു 50 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകുക. 250 കോടിയേ വേണ്ടൂ. ഏകദേശം അതിന് ഇരട്ടിയോളം കോടികൾ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 160-ലധികം കോടികൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CMൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള ദുരിതാശ്വാസ നിധിയുടെ പക്കലുമുണ്ട്. ഈ രണ്ട് ഫണ്ടുകളും വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ സഹജീവികൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത്, ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഭവനങ്ങൾ നഷ്ടപ്പെട്ട, സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളടക്കമുള്ളവർ, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. അവരെ റീഹാബിലിറ്റ് ചെയ്യാൻ ഒരു കുടുംബത്തിന് 50 ലക്ഷം രൂപ വീതം ഇന്ന് സർക്കാർ നൽകുകയാണെങ്കിൽ അവർ സസന്തോഷം ആ ക്യാമ്പുകളിലെ ദുരിത ജീവിതം അവസാനിപ്പിച്ച് അവരവരുടെ വഴിക്ക് പോയി അവരെവിടെയെങ്കിലും ഈ 50 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഭൂമി വാങ്ങി, അല്ലെങ്കിൽ വീടോടുകൂടി ഭൂമി വാങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് വാങ്ങി എവിടെയെങ്കിലുമൊക്കെ റീഹാബിലിറ്റ് ചെയ്യപ്പെടും. അവരുടെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തീർത്ത് സന്തോഷം സമാധാനമായിട്ട് അവർ വീണ്ടും അവരുടെ ജീവിതം ആരംഭിക്കും. അതിനെന്തിനാണ് താമസിക്കുന്നത്? ഇനി അവരെ പുനരധിവസിപ്പിക്കാൻ വാടകയ്ക്ക് അന്വേഷിക്കുക, അവർക്ക് വീട് വെച്ച് കൊടുക്കുവാനായിട്ട് അന്വേഷിക്കുക. എത്രത്തോളം കോടി രൂപ സർക്കാരിന് അധിക ചെലവാണ്. അതുപോലെ തന്നെ ഈ സേനകളൊക്കെ പിൻവലിക്കാമല്ലോ. അവിടെ നിൽക്കുന്ന സേനാ സംവിധാനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഇനി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തകരൊക്കെ നിർബാധം അവരുടെ സേവന പ്രവർത്തനങ്ങൾ, അതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോട്ടൽ ഉടമകളും തങ്ങളുടെ ഹോട്ടലുകൾ പൂർത്തിയിട്ടിട്ടാണ് അവിടെ വന്നിട്ട് സർവീസ് ചെയ്യുന്നത്. ഒരുപാട് പേർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവിടെ വന്നിട്ട് മൃതശരീരങ്ങൾക്കായി തിരിച്ചു നടത്തുന്നു, ജീവിച്ചിരിക്കുന്നവർക്കായി സർവീസ് നടത്താൻ തയ്യാറാകുന്നു. ഇതേപോലെ അവിടെ നിൽക്കുന്ന സേനാ പ്രവർത്തകർക്ക് ആഹാരം നൽകാൻ വേണ്ടി വിവിധ സന്നദ്ധ സംഘടനകൾ. ഇതിനൊന്നും ആവശ്യം ചൂരൽമലയിലും മുണ്ടക്കയിലുമില്ല. സർക്കാർ നേരിട്ട് അവിടെ ചെന്ന് ചെളിയൊക്കെ മാറ്റി ആ ഗ്രാമങ്ങളെ പുനരധിവസിപ്പിക്കുക. അവിടുത്തെ നഗരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ചെറു പട്ടണങ്ങൾ പുനരധിവസിപ്പിക്കുക. അവിടുത്തെ വ്യവസായ പ്രമുഖരുണ്ടെങ്കിൽ അവർക്ക്, കൃഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് വേറെ ഇടങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ പറയുന്ന 500 പേരെ
പിന്നെ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 50 ലക്ഷം രൂപ വീതം സർക്കാർ ഇന്ന് നൽകണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് ഇനി എഴുതി തള്ളാവുന്ന കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. വെറും 250 കോടി രൂപയുണ്ടെങ്കിൽ തീരാവുന്ന പുനരധിവാസ വിഷയമാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് ആ ക്യാമ്പുകളിൽ കഴിയുന്ന എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചതാണ്. അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അതിനുള്ളിലേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റുന്നില്ല എന്ന് പറയുമ്പം അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ളിൽ കഴിയുന്നവരുടെ ജീവിതത്തിനെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉടനടി തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരു ഏകോപന സമീപനം, രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിന്നുള്ള ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.